നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പേർഷനാണ്. നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ചപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡിസ്പേർഷൻ്റെ കാര്യം. നമ്മളൊരു പൾസ് ഒരു ചാനൽ വഴി ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൾസ് ബ്രോഡൻ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ പൾസ് വൈഡൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു പൾസ് ബ്രോഡനിങ് ഇഫക്റ്റാണ് ഡിസ്പേർഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു പൾസ് ബ്രോഡനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മീഡിയത്തിനെയാണ് നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഡിസ്പേഴ്സീവ് മീഡിയമാണ്. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ ഡിസ്പേർഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡിസ്പേർഷൻ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ 101 എന്ന് പറയുന്ന ഒരു സിഗ്നലാണ് നമ്മളുടെ ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, 1നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പൾസ് യൂസ് ചെയ്യും, 0നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ലോ ലെവൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു പൾസ് വേവ് ഫോം നമ്മളുടെ ചാനൽ വഴി ട്രാവൽ ചെയ്യുമ്പോൾ ഈ പൾസ് ബ്രോഡൻ ചെയ്യും, രണ്ട് ഡയറക്ഷനിലേക്കും അത് ബ്രോഡൻ ചെയ്യും. സോ അങ്ങനെ ഈ ഒരു പൾസ് ബ്രോഡനിങ് കാരണം ഈ 0 വന്നിരിക്കുന്ന ആ ഒരു പൊസിഷനിലും നമുക്ക് ചിലപ്പോൾ അത് 1 ആയിട്ട് മാറാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഈ ഒരു പൾസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബ്രോഡൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു പൾസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബ്രോഡൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ 0 മാറിയിട്ട് ഇവിടെ അതിന് പകരം ഒരു 1 വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇത് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പൾസ് ബ്രോഡനിങ് കാരണം ചിലപ്പോൾ റിസീവർ സൈഡിന് കിട്ടുന്നത് 111 എന്ന് പറയുന്ന ആ ഒരു വേവ് ഫോം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പൾസ് ബ്രോഡനിങ് കാരണം നമുക്ക് ഇൻഫർമേഷൻ ലോസ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പൾസ് ബ്രോഡനിങ് ഇഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലും ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു പൾസ് ബ്രോഡനിങ് ഇഫക്റ്റിനെയാണ് നമ്മൾ പൾസ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ഡിസ്പേർഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മീഡിയത്തിനെയാണ് നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ 2 ടൈപ്പ് ഡിസ്പേർഷൻസ് ഒക്കർ ചെയ്യും. 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇൻട്രാമോഡൽ ഡിസ്പേർഷനും ഇൻ്റർമോഡൽ ഡിസ്പേർഷനും. ഇതിൽ ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ക്രോമാറ്റിക് ഡിസ്പേർഷൻ എന്നും പറയും. ആൻഡ് ദിസ് ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ ഒക്കേഴ്സ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്. നമ്മുടെ സിംഗിൾ മോഡ് ഫൈബറിലും മൾട്ടി മോഡ് ഫൈബറിലും നമ്മളുടെ ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ ഒക്കർ ചെയ്യും. അതേസമയം ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഒക്കേഴ്സ് ഒൺലി ഇൻ മൾട്ടി മോഡ് ഫൈബേഴ്സ്. മൾട്ടി മോഡ് ഫൈബേഴ്സിൽ മാത്രമാണ് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളതിനെ മോഡൽ ഡിസ്പേർഷൻ എന്നും പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ 2 ഡിസ്പേർഷനും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഈ 2 ഡിസ്പേർഷൻ കാരണവും പൾസ് ബ്രോഡനിങ് നമുക്ക് ഒക്കർ ചെയ്യും. അങ്ങനെ അവിടെ ഒരു ലോസ് ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ അല്ലെങ്കിൽ ക്രോമാറ്റിക് ഡിസ്പേർഷൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഫൈബർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്റ്റോർഷൻസ് ഒക്കർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഡിസ്പേർഷൻസ് അതിൽ ഒക്കർ ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു ഇൻട്രാമോഡൽ ഡിസ്പേർഷനെയും നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ ഡിസ്പേർഷനും വേവ് ഗൈഡ് ഡിസ്പേർഷനും. നെക്സ്റ്റ് നമുക്ക് ഈ ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ക്ലിയർ ആക്കാനായിട്ട് നോക്കാം. നമ്മൾ ഫ്രീ സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീ സ്പേസിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ദെൻ നമ്മൾ ഈ ലൈറ്റ് n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയം വഴി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ വരുന്ന സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ n മീറ്റർ/സെക്കൻഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കുറഞ്ഞു വരും. ഓക്കെ, സോ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അത് പാസ് ചെയ്യുന്ന ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇഫ് ദിസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഹയർ, ദാറ്റ് ഈസ് ഇഫ് ദ മെറ്റീരിയൽ ഈസ് ഡെൻസർ, ദെൻ ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മെറ്റീരിയൽ ഈസ് ലോവർ ദാൻ ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ദെൻ ഒരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ it is a frequency dependent parameter and therefore the speed of light in a particular material is a frequency dependent phenomenon and is called chromatic dispersion.
ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റർ ആണ്. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇഫക്റ്റും മാറും. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മൾ ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇഫക്റ്റുകളായിരിക്കും അതിൽ വരുന്നത്. സോ അതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിന് ഡിഫറെൻറ്റ് സ്പീഡായിരിക്കും ആ ഒരു മെറ്റീരിയലിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഒക്കർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്ത് ഒരു മെറ്റീരിയലിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള സ്പീഡായിരിക്കില്ല ആ സെയിം വേവ് ലെങ്ത്ത് തന്നെ വേറെ ഒരു മെറ്റീരിയലിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സ്പീഡ് ഡിഫറൻസ് കാരണമാണ് ഈ ഒരു ക്രോമാറ്റിക് ഡിസ്പേർഷൻ ഒക്കർ ചെയ്യുന്നത്. നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ പൾസ് എന്ന് പറയുന്നത് ഒരു ഗോസിയൻ പൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു ഗോസിയൻ പൾസാണ് നമ്മളുടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ദെൻ ഈ ഒരു ഗോസിയൻ പൾസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു സിംഗിൾ ബിറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഫോട്ടോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 എന്ന് പറയുന്ന ഒരു ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു പൾസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഗോസിയൻ പൾസ് കൺസിസ്റ്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഫോട്ടോൺസ് ആൻഡ് ദിസ് പൾസ് ഈസ് വെരി ഇൻറ്റൻസ് ബിക്കോസ് ദി ഫോട്ടോൺസ് ആർ മോർ കോൺസെൻട്രേറ്റഡ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി പൾസ്. ദെൻ ഈ ഒരു ഒപ്റ്റിക്കൽ പൾസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോണോക്രോമാറ്റിക് സോഴ്സ് ആണ്. ഒരു ഐഡിയൽ മോണോക്രോമാറ്റിക് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഫോട്ടോൺസ് എല്ലാം സെയിം ഫ്രീക്വൻസിയിലായിരിക്കും വരുന്നത്. ഒരു സിംഗിൾ ഫ്രീക്വൻസിയിലായിരിക്കും മോണോക്രോമാറ്റിക് സോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോൺസ് എല്ലാം വരുന്നത്. അത് പക്ഷേ ഐഡിയൽ കേസാണ്. പ്രാക്ടിക്കലി നമുക്ക് അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പൾസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന എല്ലാ ഫോട്ടോൺസിനും സെയിം ഫ്രീക്വൻസി ആയിരിക്കില്ല. ഓക്കെ, സോ അങ്ങനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റീരിയൽ ആ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിക്ക് കൊടുക്കുന്ന ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, സോ ആ ഒരു ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ആ ഫോട്ടോൺസ് ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓരോ ഫ്രീക്വൻസിയിലുള്ള ഫോട്ടോൺസിനും ഓരോ രീതിയിലുള്ള ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും വരുന്നത്. സോ ആ ഓരോ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ഫോട്ടോൺസും ട്രാവൽ ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? The traveling speed of these photons will be slightly different and this will cause the pulse broadening. Okay, ഓരോ ഫോട്ടോൺസും ഡിഫറെൻറ്റ് സ്പീഡുകളിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സോ ഈ ഒരു ടൈമിൽ എത്തേണ്ട ഫോട്ടോൺ ചിലപ്പോൾ സ്ലോലി ട്രാവൽ ചെയ്തിട്ട് കുറേയും കൂടി ടൈം കഴിഞ്ഞിട്ടായിരിക്കും ആ റിസീവർ സെക്ഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു ഡിലേ ഒക്കർ ചെയ്യുമ്പോഴാണ് പൾസ് ബ്രോഡനിങ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിൽ എത്തേണ്ട ഫോട്ടോൺ ഈ ഒരു ഡിസ്പേർഷൻ ഇഫക്റ്റ് കാരണം ചിലപ്പോൾ കുറേയും കൂടി ടൈം ഡിലേ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങോട്ടേക്ക് എത്തുന്നത്. ദെൻ ഈ ഒരു പോയിന്റിൽ എത്തേണ്ടത് കുറേയും കൂടി ടൈം ഡിലേ കഴിഞ്ഞിട്ടായിരിക്കും റിസീവർ സൈഡിലേക്ക് എത്തുന്നത്. സോ അവിടെ ഒരു ഡിലേ ഒക്കർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പൾസ് സ്പ്രെഡിങ് അവിടെ ഒക്കർ ചെയ്യും. ഓക്കെ, സോ ഇത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒരു പൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൾസ് ബ്രോഡനിങ് ഇഫക്റ്റ് കാരണം അല്ലെങ്കിൽ ഈ ഓരോ ഫോട്ടോൺസും ഡിഫറെൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് കാരണം ആ ഒരു പൾസ് ബ്രോഡൻ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ആ ഒരു ബ്രോഡൻ പൾസാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബ്രോഡൻ പൾസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് റെഡ്യൂസ്ഡ് പീക്ക് ഇൻറ്റൻസിറ്റി ആസ് കമ്പയർഡ് ടു ദി ട്രാൻസ്മിറ്റഡ് പൾസ് and hence if the pulses are overlapped it becomes very difficult to detect. So this chromatic dispersion is the main limiting factor for high data rate transmission. നമ്മൾ ഹൈ ഡേറ്റ റേറ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പൾസുകളൊക്കെ അടുത്തടുത്തായിരിക്കും വരുന്നത്. ദെൻ അവിടെ ഒരു പൾസ് ബ്രോഡനിങ് ഒക്കർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി മിക്സ് ആയിട്ട് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, so this chromatic dispersion is the main limiting factor for high data rate transmission. Now next നമുക്ക് മെറ്റീരിയൽ ഡിസ്പേർഷനും അതേപോലെ തന്നെ വേവ് ഗൈഡ് ഡിസ്പേർഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ആക്ച്വലി മെറ്റീരിയൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. മെറ്റീരിയൽ ഡിസ്പേർഷൻ ഈസ് കോസ്ഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ ആസ് എ ഫങ്ഷൻ ഓഫ് ദി ഒപ്റ്റിക്കൽ വേവ് ലെങ്ത്.
and the various spectral components of a given mode will propagate with different speeds depending on the wavelength. Therefore, if the spectral width of the source is larger, then the pulse broadening due to this effect may be significant. Thus, material dispersion depends on the spectral width of the source. നമ്മൾ പറഞ്ഞതുപോലെ ഓരോ വേവ് ലെങ്ത്തിനും അല്ലെങ്കിൽ ഓരോ ഫ്രീക്വൻസിക്കും ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇഫക്റ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഓരോ വേവ് ലെങ്ത്തുകളും ഡിഫറെൻറ്റ് സ്പീഡുകളിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പൾസ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ഈ ഒരു പൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് വിചാരിക്കുക. സോ ഇതിൻ്റെ ആക്ച്വൽ വേവ് ലെങ്ത്ത് വരുന്നത് 650 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ദെൻ ഈ ഒരു സിംഗിൾ 650 നാനോമീറ്റർ വേവ് ലെങ്ത്ത് മാത്രമല്ല ഈ ഒരു പൾസിൽ ഉള്ളത്. ഈ 650-നേലും കുറവായിട്ടുള്ളൊരു വേവ് ലെങ്ത്തുകളും വരുന്നുണ്ട്, 650-നേലും കൂടുതലായിട്ടുള്ള വേവ് ലെങ്ത്തുകളും വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു സെൻട്രൽ പോർഷനാണ് നമ്മളുടെ ഒരു 650 നാനോമീറ്റർ വേവ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ഒരു ലൈറ്റ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി സെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അതിൽ ആ ഒരു സെൻറ്റർ വേവ് ലെങ്ത്തിന് സറൗണ്ടിങ് ആയിട്ട് വേറെ കുറേ വേവ് ലെങ്ത്തുകളും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 648 നാനോമീറ്റർ ചിലപ്പോൾ ഉണ്ടാകും, ഇവിടെ ഒരു 652 നാനോമീറ്റർ ചിലപ്പോൾ ഉണ്ടാവും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ വേവ് ലെങ്ത്തിനും ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇഫക്റ്റ് ആയിരിക്കും ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ 650 നാനോമീറ്ററിനുള്ള ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കില്ല ഈ 648 നാനോമീറ്ററിനുള്ളത്. അതേപോലെ തന്നെ ഈ 652 നാനോമീറ്ററിനും ചിലപ്പോൾ വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇഫക്റ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇഫക്റ്റിൻ്റെ ആ ഒരു ഡിഫറൻസ് കാരണം ഈ ഓരോ വേവ് ലെങ്ത്തുകളും ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 652 നാനോമീറ്ററും കൂടുതൽ ടൈം എടുത്തിട്ടാണ് അത് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അവിടെയും നമുക്ക് ആ ഒരു ഡിലേ ഒക്കർ ചെയ്യും. അത് ആക്ച്വലി എത്തേണ്ട ആ ഒരു ടൈമിനേക്കാളും കൂടുതൽ ടൈം എടുത്തിട്ടായിരിക്കും റിസീവർ സൈഡിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ആ ഒരു പൾസ് ബ്രോഡനിങ് നമുക്ക് ഒക്കർ ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു മെറ്റീരിയൽ ഡിസ്പേർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് മെറ്റീരിയൽ ഡിസ്പേർഷൻ ഈസ് ആൻ ഇൻട്രാമോഡൽ ഇഫക്റ്റ് ആൻഡ് ഓഫ് പർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ഫോർ സിംഗിൾ മോഡ് ആൻഡ് LED സിസ്റ്റംസ്. കൂടുതലും ആ ഒരു സിംഗിൾ മോഡ് ഫൈബറിൻ്റെ കേസിലും നമ്മൾ LED സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന കേസിലുമാണ് ഈ ഒരു മെറ്റീരിയൽ ഡിസ്പേർഷൻ കൂടുതലായിട്ടും ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലെറ്റ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ ഈസ് n of lambda. Then the propagation constant in this case is given by beta is equal to 2 pi n of lambda divided by lambda, and that is equal to k into n of lambda. Then the group delay, in this case the group delay due to material dispersion is given by tau material divided by L, and that is equal to this one 1 divided by Vg, and that is equal to minus lambda square divided by 2 pi c into d beta divided by d lambda. Then ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ we will get tau material divided by L is equal to 1 by c into n of lambda minus lambda into dn divided by d lambda. Then the total dispersion of a length L is given by tau material is equal to L divided by c into n of lambda minus lambda into d n of lambda. Then the pulse spread sigma material for source of spectral width sigma lambda is found by differentiating group delay with respect to wavelength and multiplying with sigma lambda. Hence sigma material is equal to d by d lambda of tau material into sigma lambda, and that is equal to sigma lambda into L divided by c into lambda d square n divided by d lambda square, and that is equal to sigma lambda into L into d material of lambda, where this d material of lambda is equal to lambda divided by c into d square n divided by d lambda square. Then ഈ ഇക്വേഷനിൽ ദിസ് ഡി മെറ്റീരിയൽ ഈസ് 0 വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 1.276 മൈക്രോമീറ്റർ ഫോർ പ്യുവർ സിലിക്ക, ആൻഡ് ഹെൻസ് ദിസ് വേവ് ലെങ്ത് ഈസ് റെഫേർഡ് ടു ആസ് സീറോ ഡിസ്പേർഷൻ വേവ് ലെങ്ത്. ഈ ഒരു വേവ് ലെങ്ത്തിലെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നമുക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇക്വേഷൻസ് പറ്റുന്നത് പോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ,
ദെൻ ആ ഒരു ഡിസ്പേഷൻ്റെ ഒരു വേവ് ഫോം ആണ് നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു 101 കേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ആ ഒരു ഡിസ്പേഷൻ എഫക്റ്റ് കാരണം ഇത് ബ്രോഡൻ ചെയ്തിട്ട് ആ 101 മാറിയിട്ട് ആ ഒരു 111 ഫോമിലേക്ക് അത് കൺവേർട്ടഡ് ആയി പോകാനായിട്ടുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡിസ്പേഷൻ്റെ ഇഫക്റ്റും കൂടി വരും. ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡിസ്പേഷൻ്റെ ഇഫക്റ്റും കൂടി വരും. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് വേവ് ഗൈഡ് ഡിസ്പേഷൻ കൺസിഡർ ചെയ്യാം. നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു വേവ് ഗൈഡ് ആണ് അല്ലേ. ആ ഒരു വേവ് ഗൈഡ് വഴിയാണ് നമ്മളുടെ ലൈറ്റ് പാസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു വേവ് ഗൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിംഗിൾ മോഡ് ഫൈബേഴ്സൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ആ ഒരു കോറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ ആ ഒരു കോറിൻ്റെ ഏരിയ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ വഴി സെൻഡ് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് സിഗ്നൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കോറ് വഴി ആയിരിക്കില്ല ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് പോർഷൻ ക്ലാഡിംഗ് സെക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ കംപ്ലീറ്റ് ആ ഒരു ലൈറ്റ് സിഗ്നൽ ആ ഒരു കോർ സെക്ഷൻ വഴി ആയിരിക്കില്ല ട്രാവൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഡിഫറെൻറ്റ് പോർഷൻസിന് ഡിഫറെൻറ്റ് സ്പീഡായിരിക്കും വരുന്നത്. കോറ് വഴി ട്രാവൽ ചെയ്യുന്നതിന് ഒരു സ്പീഡ്, ചിലപ്പോൾ ക്ലാഡിംഗ് വഴി ട്രാവൽ ചെയ്യുന്നതിന് വേറൊരു സ്പീഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വെലോസിറ്റി ഡിഫറൻസ് ഒക്കർ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ പൾസ് ബ്രോഡനിങ് അവിടെയും ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, so waveguide dispersion is an intramodal effect and it occurs because a single mode fiber confines only about 80% of the optical power to the core of the fiber. നമ്മൾ സിംഗിൾ മോഡ് ഫൈബേഴ്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏരിയ കുറവായിട്ട് വരുന്നത്. അതായത് മൾട്ടി മോഡ് ഫൈബേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതുവഴി മൾട്ടിപ്പിൾ മോഡ്സ് ട്രാവൽ ചെയ്യാനായിട്ടുള്ളത് കൊണ്ട് ആ കോറിൻ്റെ ഏരിയ കൂടുതലായിരിക്കും. അതേസമയം സിംഗിൾ മോഡ് ഫൈബേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഒരു സിംഗിൾ മോഡ് മാത്രമല്ലേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ കുറവായിരിക്കും വരുന്നത്, കുറച്ച് ഏരിയ അവിടെ മതി. സോ സിംഗിൾ മോഡ് ഫൈബേഴ്സിൽ ഏരിയ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു 80% ഓഫ് ദി ഒപ്റ്റിക്കൽ പവർ മാത്രമേ ആ ഒരു കോറ് വഴി ട്രാവൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷൻസ് ക്ലാഡിങ്ങിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ അവിടെ ആ ഒരു വെലോസിറ്റി ഡിഫറൻസ് ഒക്കർ ചെയ്യും. അങ്ങനെ ഒരു ഡിസ്പേഷൻ അവിടെ ഒക്കർ ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് ഒക്കേഴ്സ് വിത്തിൻ വൺ മോഡ് ഫോർ എ സിംഗിൾ മോഡ് ഫൈബർ വൈൽ ഇൻ എ മൾട്ടി മോഡ് ഫൈബർ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഈച്ച് മോഡ് ആൻഡ് എവരി മോഡ് ഇൻ എ മൾട്ടി മോഡ് സിസ്റ്റം വിൽ ഹാവ് ഇറ്റ്സ് ഓൺ വേവ് ഗൈഡ് ഡിസ്പേഷൻ. ദെൻ ഈ ഒരു കേസിലും 1-2 ഇക്വേഷൻസ് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് അല്ല, ആ ഒരു കൺസെപ്റ്റ് മാത്രം ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മതി. എന്നാലും ഈ ഇക്വേഷൻസും കൂടി പറ്റുന്നവരൊന്ന് പഠിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന ഗ്രൂപ്പ് ഡിലെ ടോ വേവ് ഗൈഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു L/C ഇൻറ്റു ഡി ബീറ്റ ബൈ ഡി കെ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു L/C ഇൻറ്റു N2 പ്ലസ് N2 ഡെൽറ്റ ഡി കെ ബി ബൈ ഡി കെ വരും. ഓക്കെ, ദെൻ ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് ഡെൽറ്റ ടോ വേവ് ഗൈഡ് ഈസ് ഈക്വൽ ടു L/C ഇൻറ്റു N2 പ്ലസ് N2 ഡെൽറ്റ ഇൻറ്റു ഡി വി ബി ബൈ ഡി വി, വെർ വി ഈസ് ദി നോർമലൈസ്ഡ് ഫ്രീക്വൻസി ആൻഡ് വി ഈസ് ഈക്വൽ ടു കെ എ ഇൻറ്റു N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ റേസ് ടു 1/2 and that is approximately equal to KA1 square root of 2 delta. ഈ ഇക്വേഷൻസിൻ്റെ ഒന്നും ഡെറിവേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നെക്സ്റ്റ് നമുക്ക് ഇൻ്റർമോഡൽ ഡിസ്പേഷൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. ദ ഇൻ്റർമോഡൽ ഓർ മോഡൽ ഡിസ്പേഷൻ ഒക്കേഴ്സ് ഓൺലി ഇൻ മൾട്ടി മോഡ് ഫൈബേഴ്സ്. ഒന്നിൽ കൂടുതൽ മോഡ്സ് വരുന്ന ഒരു കേസിലാണ് ഇൻ്റർമോഡൽ ഡിസ്പേഷൻ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ മൾട്ടി മോഡ് ഫൈബേഴ്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ് അതിൽ ഒന്നിൽ കൂടുതൽ മോഡ്സ് വരുന്നത്. സിംഗിൾ മോഡ് ഫൈബർ ആണെങ്കിൽ അതിലൊരു സിംഗിൾ മോഡ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇൻ്റർമോഡൽ ഡിസ്പേഷൻ ഒക്കർ ചെയ്യുന്നത് മൾട്ടി മോഡ് ഫൈബേഴ്സിലാണ്. Then the input light pulse is made up of a number of modes and all these different modes travel through the optical fiber with different speeds and in different directions. So the distance traveled by each mode is also different. Thus the time taken by each mode to cover the same distance is different, and this causes pulse broadening. And the pulse broadening effect increases with increase in distance traveled by a light pulse through optical fiber.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സിംഗിൾ ഇൻപുട്ട് ലൈറ്റ് പൾസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് മോഡ്സ് ഉണ്ടായിരിക്കും. ദെൻ ഈ മോഡ്സ് ഓരോന്നും ഡിഫറെൻറ്റ് വെലോസിറ്റീസിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഒരു മോഡ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു സ്പീഡിലായിരിക്കില്ല വേറൊരു മോഡ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ മോഡുകളും അങ്ങനെ ഡിഫറെൻറ്റ് വെലോസിറ്റീസിൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് ഓരോന്നും ആ ഒരു റിസീവർ സൈഡിലേക്ക് എത്തുന്നത് ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പൾസ് ബ്രോഡനിങ് ഒക്കർ ചെയ്യും. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് പോളറൈസേഷൻ മോഡ് ഡിസ്പേഷൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The polarization state is a fundamental property of an optical signal. The polarization refers to the electric field orientation of the light signal. നമ്മളൊരു ഒപ്റ്റിക്കൽ സിഗ്നൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസ് കൺസിഡർ ചെയ്യുക. ആ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഓർത്തോഗണലി പോളറൈസ്ഡ് സെക്ഷൻസ് അതിലുണ്ടായിരിക്കും. ഓക്കെ, ഇതേപോലെ ഓർത്തോഗണലി പോളറൈസ്ഡ് സെക്ഷൻസ് അതിലുണ്ടായിരിക്കും. Then if the polarization state varies with distance traveled by light through the fiber and we know the fiber is birefringent, then it causes each polarization mode to travel at a slightly different velocity and the resulting difference in propagation times delta tau polarization between the two orthogonal polarizing modes will result in pulse broadening. നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മളൊരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഓർത്തോഗണലി പോളറൈസ്ഡ് സിഗ്നലാണ് വരുന്നത്. ദെൻ ഈ ഡിഫറെൻറ്റ് പോളറൈസേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഡിഫറെൻറ്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ആ ഒരു ടൈം ഡിലേ ഒക്കർ ചെയ്യും. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം ടൈമിൽ തന്നെയാണ്, പക്ഷേ അത് നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആ ഒരു ടൈം ഡിലേ ഒക്കർ ചെയ്യും. സോ ഈ ഒരു ടൈം ഡിലേ കാരണമാണ് നമുക്ക് ആ ഒരു ഡിസ്പേഷൻ ഇഫക്റ്റ് ഒപ്റ്റിക്കൽ ഫൈബറിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്പേഷൻ ഇഫക്റ്റ് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫൈബർ ബയർഫ്രിഞ്ചൻ്റ് ആയതുകൊണ്ടാണ്. ബയർഫ്രിഞ്ചൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്യുമ്പോൾ ദി മോഡ്സ് propagate with different phase velocities in an optical fiber. ഓരോ മോഡുകളും ഡിഫറെൻറ്റ് വെലോസിറ്റീസിലായിരിക്കും നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഇഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഈസ് കോൾഡ് ഫൈബർ ബയർഫ്രിഞ്ചൻസ്. ഓക്കെ, ആ ഓരോ മോഡുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ ആ ഡിഫറൻസ് അതിനെയാണ് നമ്മൾ ഫൈബർ ബയർഫ്രിഞ്ചൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഫൈബർ bifringence as BF is equal to NX minus NY, where NX and NY are the effective refractive indices of each mode. അത് രണ്ട് മോഡ്സുകൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് മോഡുകളും ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സോ ആ ഓരോ മോഡിൻ്റെയും ഇഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡിസസിൻ്റെ ഡിഫറൻസ് അതാണ് ബയർഫ്രിഞ്ചൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു ഒപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്യുമ്പോൾ അത് ബയർഫ്രിഞ്ചൻ്റ് ആണ്. ഓരോ മോഡുകളും ഡിഫറെൻറ്റ് സ്പീഡിലാണ് ആ ഒരു ഫൈബർ വഴി ട്രാവൽ ചെയ്യുന്നത്. സോ ആ ഒരു ബയർഫ്രിഞ്ചൻ്റ് ഇഫക്റ്റ് കാരണം നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഒപ്റ്റിക്കൽ സിഗ്നലിലുള്ള ടു ഓർത്തോഗണൽ പോളറൈസേഷൻ മോഡ്സ് ഓരോന്നും ഡിഫറെൻറ്റ് വെലോസിറ്റീസിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സോ അങ്ങനെ ഡിഫറെൻറ്റ് വെലോസിറ്റീസിൽ ട്രാവൽ ചെയ്യുന്നത് കാരണം റിസീവർ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ടൈം ഡിലേ ഈ ഡിഫറെൻറ്റ് പോളറൈസേഷൻ്റെ ഇടയ്ക്ക് ഒക്കർ ചെയ്യും. സോ അത് കാരണം ഒരു പൾസ് ബ്രോഡനിങ് ഇഫക്റ്റ് നമുക്ക് ഒക്കർ ചെയ്യും. ഓക്കെ, then the arrival time difference between two orthogonal polarizations is given by delta tau polarization is equal to L divided by VGX minus L divided by VGY. Then നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദി ടെമ്പറേച്ചർ ആൻഡ് മൂവ്മെൻറ്റ് ആർ ബിഗ് ഫാക്ടേഴ്സ് ഇൻ കോസിങ് ദി ബയർഫ്രിഞ്ചൻസ്. ആ ഒരു ടെമ്പറേച്ചർ ആൻഡ് മൂവ്മെൻറ്റ് എഫക്ട്സ് കാരണമാണ് ആ ഒരു ബയർഫ്രിഞ്ചൻസ് ആക്ച്വലി ഒക്കർ ചെയ്യുന്നത്. Thus, the polarization mode dispersion varies randomly along a fiber, particularly in aerial cables, and this can be limiting factor, particularly in long-haul fiber optic communication system operating at high bit rates.